സംസ്ഥാനത്ത് ചെറുകിട ഇറച്ചിക്കോഴി ഫാം നടത്തുന്ന കർഷകർ പ്രതിസന്ധിയിൽ. ഇറച്ചിക്കോഴിക്ക് അടിക്കടി ഉണ്ടാകുന്ന വിലക്കുറവും കോഴിത്തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാത്തതുമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഫാമുകൾ തുടങ്ങിയ കർഷകർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇറച്ചിക്കോഴിയുടെ ഉൽപാദനവും വിപണനവും ലക്ഷ്യമിട്ടാണ് കോന്നി അതുമ്പുംകുള സ്വദേശി സുനിൽ സ്വന്തമായി ഫാം തുടങ്ങിയത്. ഫാം നിർമ്മാണത്തിനും കോഴിക്കുമായി ലക്ഷങ്ങൾ ചിലവഴിച്ചു. എന്നാൽ ഇറച്ചിക്കോഴിയുടെ വിലയിടിവും കോഴിത്തീറ്റയ്ക്ക് സബ്സിഡി ലഭിക്കാതെയുമായതോടെ ഫാം അടച്ചുപൂട്ടി. തമിഴ്നാട്ടിൽ കോഴിത്തീറ്റയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുമ്പോൾ കേരളത്തിൽ അത് ലഭിക്കുന്നില്ലെന്നും സുനിൽ പറയുന്നു. തീറ്റയുടെ വില കൂടുതൽ, കോഴിയുടെ വില കുറവ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഡയറി ഫാമിലായാലും ഇതുപോലെയുള്ള പൗൾട്രി ഫാമിനൊക്കെ തീറ്റയ്ക്ക് നല്ല സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അങ്ങനെയുള്ള സഹായമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. 3000 ഇറച്ചിക്കോഴികളെ വളർത്താൻ സൗകര്യമുള്ള ഫാമാണ് സാമ്പത്തിക ബാധ്യത മൂലം സുനിൽ അടച്ചുപൂട്ടിയത്. ചെറുകിട സംരംഭം എന്ന രീതിയിൽ ഇറച്ചിക്കോഴി ഫാം തുടങ്ങിയ മിക്ക കർഷകരും ഇന്ന് കടക്കണിയിലാണ്. പലരും ബാങ്ക് വായ്പ എടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയുമാണ് പൗൾട്രി ഫാമുകൾ തുടങ്ങിയിട്ടുള്ളത്. സർക്കാർ സഹായവും സബ്സിഡിയും ഇറച്ചിക്കോഴി വളർത്തൽ മേഖലയിൽ ലഭിക്കാത്തതിനാൽ മിക്ക കർഷകരും വലിയ സാമ്പത്തിക ബാധ്യതയിലാണ്. മീഡിയ 1 പത്തനംതിട്ട.